ലീല ടിപ്സിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പം വൈകിട്ടേ ഇന്ന് ചോറാണോ കഞ്ഞിയാണോ കുഞ്ഞിക്ക് വേണ്ടിയേ? കഞ്ഞി. കഞ്ഞിയാണേ എന്നാ മീൻ വറുത്തേക്കാം. ചോറാണേലും മീൻ വറുത്തേക്കാം. കഞ്ഞി മീൻ വറുത്തതും ഇച്ചിരി ഇഞ്ചിയും പുളിയൊക്കെ ഒഴിച്ച് ചമ്മന്തിയും കൂടെ അരയ്ക്കാം. ചെറിയൊരു ജലദോഷം കയറി പിടിച്ചിട്ടുണ്ട്. അതെ അതെ അതെ. ഇപ്പൊ ചൂട് കഞ്ഞി ചമ്മന്തിയും കൂടെ കഴിക്കാനൊരു ആഗ്രഹം. ഞാൻ മീൻ വറുത്തേക്കാം, എളുപ്പം ചമ്മന്തി അരയ്ക്കാൻ എടുത്തു. ജലദോഷമാണെന്ന് പറഞ്ഞപ്പോ ചമ്മന്തി അരയ്ക്കാം. പിന്നല്ലാതെ ജലദോഷം അതിന്റെ വഴിക്ക് പൊക്കോളും. ഇവിടെ ചമ്മന്തി അരക്കണം, നമുക്ക് കഞ്ഞി കുടിക്കണം. ഞാൻ റെസ്റ്റ് എടുക്കാതെ നിങ്ങളെ ചമ്മന്തി ഒക്കെ അരച്ച് മീനൊക്കെ വറുത്തിട്ടുണ്ടെ വിളിച്ചാൽ മതി. തോരൻ കറി ഇരിപ്പുണ്ട്, ചിക്കത്തെ ചക്കക്കുരുത്തോരൻ ഇരിപ്പുണ്ട്, പയറുതോരൻ ഇരിപ്പുണ്ട്. എന്നാലും പനി പിടിക്കുമ്പോ കഞ്ഞിയും ചമ്മന്തിയും വേണ്ടേ? കഞ്ഞിയും ചമ്മന്തിയും തരാം, ചമ്മന്തി അരച്ചു. ഞാൻ മീൻ വറുത്തേക്കാം. ഞാൻ മീൻ വറക്കാം. ഞാൻ ആദ്യം മീൻ അടുപ്പലിട്ടത്. മീനെല്ലാം കിടന്ന് വെന്ത് മറിയട്ടെ, നമുക്ക് അപ്പോഴത്തേക്കും ചമ്മന്തി റെഡിയാക്കാം. അതിനുള്ള തേങ്ങ ഉണ്ട്. അങ്ങനൊക്കെ പറഞ്ഞെങ്കിലും നമ്മുടെ ചിരണ്ടാൻ ആള് വന്നിട്ടുണ്ട്. പറഞ്ഞെങ്കിലും ചിരണ്ടാതിരിക്കാൻ പറ്റിയല്ലോ. ഇനിതാ പൂവൻപഴോ? ചേട്ടാച്ചൻ കൊണ്ടുവന്നാണോ? ചേട്ടാച്ചൻ കൊണ്ടുവന്ന റെഡ് പഴമില്ലേ? ഇതാണ് ചുമലപ്പൂവൻ. തേങ്ങ ഉണ്ടാവോ? ഇല്ലില്ല, ചിരണ്ടി അതിന്റെ തോടും ഇനി ചിരണ്ടുവോ? തോടല്ലേ, ഇത് അകത്തുനിന്ന് ചിരണ്ടി എടുക്കുമല്ലേ. ഇനി ശകലം കൂടി ഇല്ലേ ചിരണ്ടി? ഇപ്പോഴത്തെ തേങ്ങ വിലക്ക് ഇത് മുഴുവൻ കളയാൻ പറ്റുമോ? അതെ അതെ അതെ. അല്ല, കുഞ്ഞു തേങ്ങ ചിരണ്ടു പോകണമെങ്കിൽ ഞാൻ ഇവിടെ വെക്കാം. ഞാൻ ചിരണ്ടത്തില്ല, എനിക്കറിയത്തില്ല. അയ്യോ മടിയൻ, ഞാൻ ആദ്യമായിട്ടാ കാണുന്നേ തേങ്ങ ചിരണ്ടെന്ത്. അതെ, മേടിച്ചു വെച്ച പഴം എന്തിയാണ്? ഞങ്ങൾ ഓരോന്ന് തിന്നപ്പത്തേക്കും തീർന്നല്ലേ അച്ചമ്മച്ചി? ഞങ്ങള് മൂന്നുപേരും ഓരോന്ന് തിന്നു. ഞാൻ രാവിലെ സ്മൂത്തി ഉണ്ടാക്കാൻ മേടിച്ച പഴം 1 കിലോ പഴം ഉണ്ടായിരുന്നു, ഇപ്പൊ മേടിച്ചോണ്ട് വെച്ചോളൂ, കാണുന്നില്ല. ഞങ്ങൾ അത്രയും പേരെടുത്തപ്പത്തേനും തീർന്നു. ഈ അച്ഛൻ തിന്നായിരുന്നു. അതാ പറയുമ്പോ നിനക്ക് ഇത് അടിക്കാൻ കൊണ്ട വെച്ചേക്കുന്ന ഞങ്ങൾക്കറിയാവോ? ഞങ്ങള് എന്റെ തലയെ കൊണ്ട വെച്ചെന്നുള്ളൂ. ഞാനൊന്നും എടുത്തില്ല. ഇവിടെ എവിടെയും കാണാം നീരം ഒരു നിന്നെ പറ്റിക്കാനായിട്ട് പറയുന്നത്. ഇവിടെ എവിടെയും മാറ്റി വെച്ചിട്ടുണ്ട്. ഇല്ല, രാവിലെ വേറെ പഴം മേടിച്ചപ്പോ. നീ നോക്കെവിടെയാന്ന്? അതെ, എവിടെയും കാണും. തപ്പു ഇതെന്നാടാ ഇതേ എഴുതി വെച്ചിരിക്കുന്നേ? ടോമി ഇത്രയും വലിയ അച്ചമ്മച്ചി അങ്ങ് കളിയാക്കി വിട്ടു, കണ്ടോ? അറിയത്തില്ലാത്തോണ്ട് പറ്റിയതല്ലേ. ഇവിടെ ഒരാളെ ആശുപത്രി കൊണ്ടുപോയി ഇടണോന്ന് തോന്നുന്നു. ആശുപത്രി എന്ന് വെച്ചാൽ ജീവനുണ്ടെ പോത്തില്ല, പേടിയോട് പേടി. ഇത്രയും ആശുപത്രി പേടിയുള്ള ആള് വേറെ അച്ഛൻ കണ്ടിട്ടുണ്ടോ അച്ഛൻ? ഇല്ലില്ല, ഇതുവരെ കുത്തിവെക്കാന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ആ ഏരിയക്ക് വരികയില്ല. അതെ അതെ, ഏതാണ്ട് മറ്റേ കൊല്ലാൻ വിളിച്ചോണ്ട് പോകുന്ന പോലെ കുത്തിവെക്കാൻ കൊണ്ടുപോകുന്ന. ആരാ ചൂണ്ടിക്കാണിക്കും? ആരാ? അതെന്നെ ഉദ്ദേശിച്ച് മാത്രം പറയുന്നതാ. അച്ഛയോ? എനിക്ക് കുഞ്ഞിലെ പേടിയായിരുന്നു. ഇപ്പം പേടിയൊന്നുമില്ല. ഇപ്പൊ പേടിയില്ലല്ലോ. അച്ഛക്ക് ഒരു പ്രാവശ്യം പനി വന്നു. അന്നേരം ഞാനേ അച്ഛനും ഞാനും കൂടെ ആശുപത്രിയിൽ കൊണ്ടുപോയി. പപ്പായുടെ അച്ഛനും ഞാനും കൂടെ ആശുപത്രിയിൽ ചെന്ന് കഴിഞ്ഞപ്പം ഡോക്ടർ പറഞ്ഞു ഒരു ഇഞ്ചക്ഷൻ എടുത്ത് വിടാമെന്ന് പറഞ്ഞു. നല്ല പനിയുണ്ടെന്ന് പറഞ്ഞു. പനിച്ചു കഴിഞ്ഞ് കൊണ്ടുവന്ന ആളുണ്ടല്ലോ, നേഴ്സ് പോയി സിറിഞ്ചിനകത്ത് മരുന്ന് എടുത്തോണ്ടെന്നപ്പോ ആളെ കണ്ടില്ല. ഞാനിപ്പോ ഒരു കടയുണ്ട്, ഭരതമ്പിള്ളാച്ചന്റെ അരിക്കടയുണ്ട്. ആ കടയിൽ വന്നിട്ട് അരിച്ചാക്കിനിടയ്ക്ക് ഒരു പമ്മി. അരിച്ചാക്കിനാണ് ഇവര് വീട്ടിൽ ചെന്ന് കഴിഞ്ഞാൽ ഞാൻ പുറകെ പോകും. ഡോക്ടർ പറഞ്ഞു എന്നെ കാണാഞ്ഞപ്പോ അവസാനം പറഞ്ഞു ഗുളിക തന്നൂടാന്ന് പറഞ്ഞു. മരുന്ന് എടുത്തോണ്ട് വന്നു കുത്തിയൊക്കെ. പിന്നെ എന്നെ കിട്ടിയിട്ട് വേണ്ട കുട്ടാ. പറയുന്നത്. അതെ 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 അതെ. കുഞ്ഞി കുക്കായതാ. മുളക് ചമ്മന്തിക്ക് വേണ്ടിയാന്ന് തോന്നുന്നു എടുത്തു തന്നതാ. മുളക് ഞാൻ മൂപ്പിക്കുക.
മുളക് വറക്കുക. ആ വട്ടം മുളക് കറക്കിയ പോലെ ഇളക്കി ഇളക്കി വരണം. ആ അങ്ങനെയൊക്കെ വേണോ? ചമ്മന്തിക്ക് വേണ്ടിയിട്ടുള്ള ഇതന്നെ ഇഞ്ചി ഉപ്പ് മാത്രമല്ല, ഉള്ളി ഇടണ്ടേ? ഇഞ്ചി, ഉപ്പ്, മുളക് എല്ലാം കൂടി നമുക്ക് മിക്സിയിൽ അരച്ചെടുക്കാം ചമ്മന്തി. ഇപ്പൊ നമ്മുടെ ചമ്മന്തിക്കുള്ള ഇഞ്ചി, പുളിയും മുളകും ഉപ്പും ഇട്ടിട്ടുണ്ട്. ഇതൊന്ന് കറക്കിയിട്ട് നമുക്ക് തേങ്ങായും ഉള്ളിയും കൂടി ഇട്ട് നല്ലപോലെ അരച്ചെടുക്കാം. ഓക്കെ. ഇനിയേ പോയി അച്ഛൻ ചേട്ടാച്ചനെ കുളിച്ചിട്ടുണ്ട്. കഴിക്കാറായില്ലേ? കഞ്ഞി, നല്ല ചൂട് കഞ്ഞിയും ചമ്മന്തി. ചമ്മന്തി കണ്ടപ്പോ എനിക്ക് പൊതിച്ചോറ് ഓർമ്മ വരുന്നു. ആ ചമ്മന്തി കൊള്ളാലേ? നിനക്ക് വന്നോ? വന്നില്ല, ഇപ്പൊ വരും. ആണോ? ഇത്രയും കറിയുടെ വെറൈറ്റി ആയിട്ട് ജിമ്മിൽ പോകുന്ന ആളുടെ ചിക്കൻ ഇരിക്കുന്നുണ്ടോ? അത് എണ്ണയിലൊന്നുമല്ല, എണ്ണ മസാലയൊക്കെ. മസാലയൊന്നുമില്ല. ആ മസാലയൊന്നും ഇല്ല. മുളക് പൊടിയും ഉപ്പും മഞ്ഞൾപ്പൊടിയും മാത്രം തിരുമിയിട്ട് വേവിച്ചെടുക്കുന്നത്. വെള്ളത്തിലിട്ട് വറക്കുന്നേ, എണ്ണ ചേർക്കാതെ വേവിച്ചെടുക്കുന്നത്. അപ്പൊ വറക്കുമല്ലേ വെള്ളത്തിലിട്ട്? വറക്കുന്നില്ല. ഈ ചിക്കന്റെ വെള്ളം, ഈ ചിക്കനിൽ നിന്ന് ഇറങ്ങുന്ന വെള്ളം പിന്നെ കുറച്ച് വെള്ളം കൂടെ ഒഴിച്ചിട്ട് വേവിച്ചെടുക്കുന്ന, വറക്കുന്നതല്ല. നമുക്ക് കഞ്ഞി, അതെ അതെ അതെ. ഇതേ ഉടമസ്ഥൻ എത്തിയിരിക്കുന്നു. നമുക്ക് കഞ്ഞിയും ചമ്മന്തി. കഞ്ഞിയും ചമ്മന്തിയും മാത്രമൊന്നുമല്ല. നേരത്തെ വായനക്കത്തില്ലായിരുന്നേ, ഇപ്പൊ എന്നിട്ട് കമ്പി ഇട്ട പിന്നെ എപ്പോഴും ഇങ്ങനെ ഊന്ന് വെച്ചോണ്ടിരിക്കുന്നതാണ്. കഞ്ഞി, ചമ്മന്തി, മീൻ വറുത്തത്, പയറുതോരൻ. ഞാൻ ചക്കക്കുരുത്തോരനും കൂടി ഇങ്ങോട്ട് എടുത്ത് വെച്ചു കൊടുക്കച്ചേ. ഇതൊന്നും പോരായിരിക്കും. ചോദിച്ചെല്ലാം തിരിച്ചെടുത്ത്. അയ്യോ പ്ലേറ്റ് മാറിപ്പോയി. എന്നാണ്ട് ഇവിടെ പ്ലേറ്റ് മാറിപ്പോയി. ആ അതെ അതെ. പ്ലേറ്റ്. ഞാൻ ഫുഡ് പറയും. എങ്ങനെയുണ്ടായിരുന്നു നിങ്ങളുടെ പരിപാടികളൊക്കെ? തീർന്നോ? കായെടുപ്പ് കഴിഞ്ഞോ? ഇല്ല, കഴിഞ്ഞില്ലേ? ഒരിടത്തും ആളില്ലെന്ന് തോന്നുന്നല്ലേ? കായെടുക്കാൻ ആളില്ല ഇപ്പൊ. ഹിന്ദിക്കാരെല്ലാം കായെടുക്കാൻ പഠിച്ചില്ലേ? പഠിച്ചു വരുന്നുണ്ട്. അതുകൊണ്ടല്ല, എല്ലായിടത്തും ഒരുപോലെ ഏലക്ക മൊത്തം പഴുത്ത് കിടക്കുക. അതുകൊണ്ട് ഇപ്പം മൊത്തം സ്ഥലത്തും നമ്മുടെ അവിടെ ഞങ്ങൾ എടുക്കാൻ നോക്കിയിട്ട് ആരെയും കിട്ടുന്നില്ല. നിങ്ങളുടെ കൂടെ ഉള്ളവരെയൊക്കെ എടുത്ത് തീരി പോട്ടണേ. നമ്മുടെ നാളെ കഴിഞ്ഞെങ്ങാനും എടുക്കാം. ജലദോഷം കൊണ്ടുപിടിച്ച് കയറുന്നുണ്ടെന്ന് തോന്നുന്നല്ലേ? കോപ്പിയുടെ പരീക്ഷയുടെ മാർക്ക് കിട്ടിയോടാ? 3 കിട്ടിയോ? നാളെ കഴിഞ്ഞില്ലേ വീട്ടിൽ? ശരിയാക്കി തരാം കേട്ടോ. അതുകൊണ്ടാന്ന് തോന്നി ഇന്ന് വന്നപ്പോ തൊട്ടിരുന്ന് ഭയങ്കര പഠിത്തമാ. നാളെ കഴിഞ്ഞ് വീട്ടിലല്ലേ? പരീക്ഷയില് ജയിക്കാൻ മാത്രമല്ലല്ലോ പരീക്ഷ ഇടുന്നത്, തോക്കാനും കൂടെയാണ്. അപ്പം മിക്കവാറും 3 കാണിച്ചത് പൊട്ടിക്കാണും. അതാ ജയിക്കാൻ മാത്രമല്ലല്ലോ, തോക്കാനും കൂടെ. ജയിക്കാനും എപ്പോഴും ജയിച്ചാൽ അതൊരു രസമില്ല. അപ്പം മിക്കവാറും എന്റെ കണക്കൂട്ടലി പോയെന്നൊക്കെ കൂട്ടിക്കോ. കൊള്ളാം. തോൽവി വിജയത്തിന്റെ മുന്നോടിയാ. എന്നും തോറ്റു വലിയ മഹാന്മാരൊക്കെ കുറെ തോറ്റിട്ട് അങ്ങനെ ആയിരുന്നു. ആണോ? മഹാനായ ആളെ ഞാൻ കണ്ടിട്ടില്ല. ചില മഹാന്മാര് ജയിക്കാതെ ആവും. ജയിക്കാതെ മഹാനാവും. അങ്ങനല്ലേ? അങ്ങനെയുള്ളവരുണ്ട്. നാളെ കഴിഞ്ഞ സാർമാരെ മഹാനാകുവോ നാളെ മഹാനാകുവോ എന്നൊക്കെ പി ടി ഐക്ക് വരുമ്പോൾ പറയാം. മച്ചമ്മച്ചിയെ വിട്ടാൽ മതി കേട്ടോ. അവന്റെ പി ടി ഐക്ക് എല്ലാം തീരുമാനമാക്കിട്ടോ. വരുന്നുണ്ട്. എന്നെ ബിറ്റേക്ക് വിടാനോ? ഞാൻ പൊക്കോളാം. ഇവന് 3 വിഷയം കാണിച്ചെന്നൊക്കെയാ പറഞ്ഞേ. ഞാൻ പറയുന്നത് പരീക്ഷ ഇടുന്നത് ജയിക്കാൻ മാത്രമല്ലോ എന്നാ പറഞ്ഞത്. തോക്കാനുള്ള ആളും കൂടെ വേണമല്ലേ? എല്ലാരും ജയിച്ചാൽ ശരിയാകുമല്ലോ. അത് ശരിയാ. സാറന്മാർ ആരേലും 1-2 പേരേലും കാണണ്ടേ തോറ്റത്? അല്ലെങ്കിൽ അവര് തന്നെ ഓർക്കല്ലേ. ഞങ്ങൾ വരുന്നുണ്ട്. കുഞ്ഞിയുടെ കൂടെ വരും. അയ്യോ എനിക്ക് പീറ്റ ഇല്ലല്ലോ. എന്റെ സ്കൂളിൽ കൊറോണയാന്നാ കേട്ടെ. അങ്ങനെ പറഞ്ഞോണ്ടിരുന്നാ മതി. സ്കൂൾ അവിടെ തന്നെ ഉണ്ടല്ലോ, ഞങ്ങൾക്കറിയാലോ പോകാനുള്ള വഴി. അല്ലല്ല, സ്കൂളൊക്കെ അടച്ചു പൂട്ടൂന്നാ പറഞ്ഞോണ്ടേ. പൂട്ടിയില്ലല്ലോ.
നീ ഓർത്തോണ്ടിരിക്കുന്ന കൊറോണ വന്നാൽ ഇനി സ്കൂളിൽ പോകണ്ടല്ലോ, സ്കൂൾ അടച്ചു പൂട്ടുമല്ലോ. അല്ല ഒരു കാര്യമുണ്ട്, രണ്ടുപേരുടെയും പിറ്റേക്ക് ഞാൻ പോകാം. അയ്യോ എന്റെയും നിങ്ങളാരിലും വന്നാ മതിയേ. അതിന്റെ ഞാൻ വന്നാൽ നീ ഇവിടെ വന്ന് പറയുന്നതെല്ലാം ഞാൻ സ്കൂളിൽ ചെന്ന് പറഞ്ഞോളാം. അപ്പോൾ വൈകുന്നേരത്തെ കഞ്ഞിയൊക്കെ നല്ല സൂപ്പറായിരുന്നു, കഞ്ഞിയും ചമ്മന്തിയും കേട്ടോ, നല്ല അടിപൊളി ടേസ്റ്റ് ആയിരുന്നു, കുഴപ്പമൊന്നുമില്ലായിരുന്നു. ഇന്നേ ഇച്ചിരി ഇഞ്ചിയും കൂടെ വെച്ച് അരച്ചത്. അതാ പറഞ്ഞത്, നല്ല അടിപൊളി ചമ്മന്തിയായിരുന്നു. പുതിയൊരു വീഡിയോയുമായി വീണ്ടും കാണാം.